ആയുർവേദ ചികിത്സാ രംഗത്തേക്ക് പുതിയൊരു കൂട്ടം പ്രൊഫഷണലുകളെ കൈപ്പിടിച്ചുയർത്തി ചെർപ്പുളശ്ശേരി ഭാരത് ആയുർവേദ വിദ്യാപീഠ്. ഒരു വർഷത്തെ ആയുർവേദ നഴ്സിംഗ് പഞ്ചകർമ്മ തെറാപ്പിസ്റ്റ് കോഴ്സ് പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളുടെ വൈറ്റ് കോട്ട് സെറമണി മന്ത്രി കെ.എ. തുളസി ഉദ്ഘാടനം ചെയ്തു. ചെർപ്പുളശ്ശേരി ശബരി ഓഡിറ്റോറിയത്തിൽ നടന്ന ഭാരത് ആയുർവേദ വിദ്യാപീഠിന്റെ വൈറ്റ് കോട്ട് സെറമണി കേരള പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി കെ.എ. തുളസി ഉദ്ഘാടനം ചെയ്തു. ആയുർവേദം പഠിക്കുകയും അതിന്റെ പാരമ്പര്യം പുതിയ തലമുറയിലേക്ക് കൈമാറുകയും ചെയ്യേണ്ടത് സമൂഹത്തിന്റെ കൂട്ടായ ഉത്തരവാദിത്വമാണെന്നും അതിന് സർക്കാർ ആവശ്യമായ പ്രാധാന്യം നൽകുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഒരു കുടുംബചരിത്രം നമുക്ക് പരിശോധിച്ചാൽ നമുക്ക് നമ്മുടെ അച്ഛന്റെ, അമ്മയുടെ, അല്ലെങ്കിൽ അച്ഛന്റെ അല്ലെങ്കിൽ അച്ഛമ്മയുടെ, അതുപോലെ തന്നെ മുത്തശ്ശന്റെ, മുത്തശ്ശിയുടെ ഒക്കെ പേരും അവരെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസും ഒക്കെ നമുക്കറിയാം. പക്ഷെ ഒരു 2 തലമുറ കഴിഞ്ഞ് പിന്നോട്ട് പോയാൽ നമ്മുടെ ഒരു വീടുകളിലും സാധാരണയായി ഒരു കുടുംബചരിത്രം സൂക്ഷിച്ചു വെക്കുന്ന, അത് രേഖയായിട്ട് സൂക്ഷിക്കുന്ന ഒരു സാഹചര്യം പല സാധാരണക്കാരായിട്ടുള്ള കുടുംബങ്ങളിലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പൊ മുൻ തലമുറകളൊക്കെ ഏതൊക്കെ വഴികളിലൂടെയാണ് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത്, അവരുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി അവരെന്ത് ചെയ്തു, അവരുടെ വരുമാനം എന്തായിരുന്നു, എന്ത് തൊഴിലാണ് എടുത്തത് എന്നൊക്കെ ഒരു 2-3 തലമുറ വിട്ട് പിന്നോട്ട് പോയാൽ നമുക്കറിയാത്ത സാഹചര്യമാണ്. ആയുർവേദത്തിനെ കുറിച്ചും അതുപോലെ തന്നെയാണ് പലപ്പോഴും നമ്മൾ കൂടുതലായിട്ട് അറിയാൻ ശ്രമിക്കാറില്ല. ഒരു പ്രധാനപ്പെട്ട പോരായ്മ എല്ലാവരും ചൂണ്ടിക്കാണിക്കാറുള്ളത്, നമ്മൾ അലോപ്പതി ഉപയോഗിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും, ആയുർവേദം ഉപയോഗിച്ചാൽ വളരെ താമസിച്ച് റിസൾട്ട് കിട്ടൂ എന്നുള്ളതാണ് ഇതിനെ നിരാകരിക്കുമ്പോൾ നമ്മളൊക്കെ പറയാറുള്ള ഒരു സ്ഥിരം മറുപടി. പക്ഷെ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന പലതും നമ്മുടെ ശരീരത്തിനും നമ്മുടെ ആരോഗ്യത്തിനും എത്രമാത്രം ഹാനികരമായിട്ടുള്ള കാര്യങ്ങൾ വരുത്തി വെക്കുന്നുണ്ട് എന്നുള്ളത് പല ആളുകളും പെട്ടെന്ന് കിട്ടുന്ന റിസൾട്ടിനെ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന ആളുകൾ പലപ്പോഴും ചിന്തിക്കാറില്ല. അതുകൊണ്ട് ഇവിടെ കോഴ്സ് പൂർത്തിയാക്കുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ മുന്നിൽ എത്തുന്ന ആളുകൾ അവരിലേക്ക് കൃത്യമായിട്ട് ആയുർവേദത്തെ കുറിച്ചിട്ടുള്ള ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എത്തിക്കാൻ നമുക്ക് കഴിയണം. എന്തായിരുന്നാലും ഈ ഒരു സ്ഥാപനം അതിന് ഏറ്റവും മികച്ച മാതൃക കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഇവിടെ ഇരിക്കുന്ന ആർക്കും സംശയമുണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ടാണ് നേരത്തെ ഒരു കോഴ്സ് തുടങ്ങി കുട്ടികൾക്ക് ഇന്ത്യയിലുള്ള മികച്ച സ്ഥാപനങ്ങൾ കണ്ടെത്തി ഇന്റേൺഷിപ്പ് ഉൾപ്പെടെ പൂർത്തീകരിച്ച് അവർക്ക് ഓഫറിംഗ് ലെറ്റർ കൊടുത്തുകൊണ്ടാണ് ഈ കോഴ്സ് പൂർത്തീകരിച്ച് ഇവിടുന്ന് കുട്ടികളെ വിടുന്നത് എന്നുള്ളതാണ് ഇതിന്റെ MD, എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, അല്പനിമിഷങ്ങൾക്ക് മുൻപ് ഈ മൈക്കിന് മുന്നിൽ പറഞ്ഞത്. ചെർപ്പുളശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ കെ.ടി. ജംസിയ അധ്യക്ഷത വഹിച്ചു. കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് മന്ത്രി ഉൾപ്പെടെയുള്ള വിശിഷ്ടാതിഥികൾ വൈറ്റ് കോട്ട് അണിയിച്ചു. ഭാരത് ആയുർവേദയുടെ പുതിയ കോസ്മെറ്റോളജി വിഭാഗത്തിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. ചടങ്ങിൽ മുൻ ഇന്ത്യൻ ആർമി കമാൻഡോ സി രാമദാസിനെ ആദരിച്ചു. ഭാരത് ആയുർവേദ വിദ്യാപീഠ് പ്രിൻസിപ്പൽ ഡോക്ടർ അനീഷ വിദ്യാർത്ഥികൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഭാരത് വിദ്യാപീഠ് മാനേജിംഗ് ഡയറക്ടർ അബ്ദുൽ കബീർ കാളിയാടൻ, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാർ, കൗൺസിലർമാർ, ഭാരത് ആയുർവേദ മാനേജ്മെന്റ്, വിവിധ വിദ്യാഭ്യാസ ആരോഗ്യ സ്ഥാപനങ്ങളിലെ പ്രതിനിധികൾ, സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. For the first time in Kerala, One News is the only channel that brings regional news to people from a virtual platform.